സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐസക് ആണെങ്കിൽ ദേവികയെയും ഗിരീഷിനെയും പ്രഭാവതിയെയും സിദ്ധാർത്ഥനെയും എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നന്ദന്റെ റൂം അടക്കം വീടെല്ലാവിടെയും പരിശോധിക്കാനായിട്ട് തന്റെ ഫോഴ്സിനോട് പറയുന്നു. അങ്ങനെ ഐസക് ആണെങ്കിൽ നന്ദന്റെ റൂമൊക്കെ പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് അതിലൊരാൾ വന്ന് പറയാണ്, സാർ ഇവിടെ എവിടെയും ഒരു ആക്രമണം നടന്ന പോലെയുള്ള തെളിവുകളൊന്നുമില്ല. ഐസക് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇസബല വളരെ കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു തെളിവ് പോലും അവശേഷിച്ചിട്ടില്ല. എന്തായാലും ഈ സമയം പ്രഭാവതിയോട് ദേവിക പറയുന്നുണ്ട്, അമ്മ സമാധാനത്തോടെ ഇരിക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്ന്. അങ്ങനെ ഐസക്കും ഗ്യാങ്ങും താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇവിടെ ഒരു കിഡ്നാപ്പിംഗ് നടന്ന പോലെയൊന്നും ഒരു തെളിവും കാണുന്നില്ല. ഇനി ഡോഗും മറ്റും വന്നാലും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. മിസ്സിംഗ് കേസ് ആണെങ്കിൽ കൂടിയും ഇവിടെ എന്തൊരു ക്രൈം നടന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയാസ് അറിയരുത്. കാരണം നന്ദന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. MLA യുടെയും പിന്നെ സിദ്ധാർത്ഥൻ സാറുടെയും മോനാണ് നന്ദൻ. അതുകൊണ്ട് തന്നെ മീഡിയാസ് അറിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ മീഡിയ അറിയുന്നത് നല്ലതല്ലേ. നന്ദൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ തിരിച്ച് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വിടുമല്ലോ. മേഡം മറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് പ്രഭാവതിയോട് ഐസക് പറയുന്നു. അങ്ങനെ നമ്മൾ ഇത് ന്യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ തട്ടിക്കൊണ്ടുപോയ സംഘം നന്ദനെ മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡിപ്പാർട്ട്മെന്റിൽ പോലും ഇതൊരു പ്രത്യേക കേസായിട്ട് കൈകാര്യം ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി സേഫ്. നിങ്ങളുടെ ഭാഗത്ത് നിന്നും എവിടേക്കും ഈ ഒരു വാർത്ത ലീക്കായി പോവരുത്. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ശരിയാണ്, ന്യൂസ് ആക്കണ്ട, അതായിരിക്കും നല്ലതെന്ന്. എന്തായാലും സിദ്ധാർത്ഥിനോട് ഐസക് പറയുന്നുണ്ട്, എന്തെങ്കിലും അറിയുകയാണെങ്കിൽ വിളിക്കണം. എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും താൻ വിളിച്ചറിയിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഐസക്കും ഗ്യാങ്ങും പോവുകയാണ്. പിന്നീട് കെവിൻ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇസബല്ലയെ കാണാനായിട്ട് ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ കോഫി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസബല്ല, ബെല്ല എന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ ടെൻഷനോട് കൂടി വരുന്നത്. ആ കെവിനോ, എടാ കോഫി വേണോ? കോഫി മണ്ണാങ്കട്ടി. ദേ നോക്ക്, ഒരു കാര്യം നീ അറിഞ്ഞോ? എന്ത് കാര്യം? ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന കൂട്ടത്തിലാണ്. അതേ, ആ നന്ദനെ കാണുന്നില്ലെന്ന്, ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്നൊക്കെയാ പറയുന്നത്. ആണോ? ആഹാ, അത് വലിയൊരു കാര്യമാണല്ലോ. എന്തായാലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. ബെല്ല, നിനക്കൊരു ടെൻഷൻ തോന്നുന്നില്ലേ? എടാ, പ്രഭാവതിയും ആ സിദ്ധാർത്ഥനും എന്നെ അവനെ കാണാൻ അനുവദിക്കാതിരുന്നല്ലേ. അതുകൊണ്ട് ഈ ബെല്ല തന്നെയാണ് അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞയച്ച ആളുകൾ അവിടെ എത്തിയിരുന്നു. എന്നിട്ട് അവനെ പൊക്കി. ഇപ്പൊ നന്ദൻ എന്റെ ജയിലിലാണുള്ളത്. ജയിലിലേക്ക് പോവാൻ കൊതിച്ചവൻ എന്റെ കസ്റ്റഡിയിൽ. ഇനി ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. ഈ ബെല്ല ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഈ ബെല്ലയുടെ കൈക്കുള്ളിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളയാണെങ്കിൽ തന്റെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കൈയുടെ ശക്തി എന്താണെന്ന് ആ ദേവിക ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. വെല്ല, ഇത് കൂടുതൽ പ്രശ്നമാവാനാണ് ചാൻസ്. എന്ത് പ്രശ്നം? മീഡിയാസ് അറിഞ്ഞാലോ? അതൊന്നും അറിയില്ല. പോലീസുകാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോ, ഓ, എന്ത് അന്വേഷണം? ഇതൊക്കെ എവിടം വരെ പോവാനാ? എന്തായാലും അവരെല്ലാവരും ഒരു പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ എന്റെ ആളുകൾ അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിലേക്ക് വിളിക്കണ്ട എന്ന്. പക്ഷെ നന്ദൻ എവിടെയുള്ളത് എനിക്കറിയാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. നന്ദൻ എന്തെങ്കിലും കാരണവശാൽ പ്രതികരിച്ചാലോ? അവനെ ഒതുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്നിങ്ങനെ ഇസബല്ല പറയുന്നു. പിന്നീട് ദേവികയാണെങ്കിൽ ശാരികയോട് വിളിച്ച് ചന്ദ്രോത്ത് വീട്ടിൽ നടന്ന നന്ദന്റെ മിസ്സിംഗ് കേസിനെ കുറിച്ചൊക്കെ തന്നെ പറയുകയാണ്. ചേച്ചി, അപ്പോ ഇത് പോലീസ് കേസ് ആക്കിയോ? ആക്കി. പിന്നെ പ്രഭാവതി മാഡം ഈ കാര്യം എങ്ങനെയാ എടുത്തിരിക്കുന്നത്? അമ്മ ഇവിടെ ബഹളവും മറ്റുമാണ്. അവിടെ എന്തായാലും ആരും തൽക്കാലം അറിയണ്ട എന്നൊക്കെ ദേവിക പറയുമ്പോഴേക്കും രാധികയാണെങ്കിൽ ശാരികയുടെ പുറകെ വന്ന് നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുകയാണ്. ചേച്ചി, അമ്മ വന്നു, ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ ശാരിക ഒന്നറിയാത്തതുപോലെ ഫോൺ കട്ട് ചെയ്ത് പോവാൻ നിൽക്കുമ്പോൾ, ശാരി അവിടെ നിന്നേ, എന്താ നന്ദമോനെ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പോലീസും ബഹളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? അതൊന്നുമില്ലമ്മേ, നന്ദേട്ടനെ കാണാനില്ലെന്നല്ല, ചേച്ചി അവിടെ പോയപ്പോൾ നന്ദേട്ടൻ അവിടെ ഇല്ലത്രേ, എന്തോ അത്യാവശ്യമായിട്ട് പുറത്തു പോയെന്നാ പറഞ്ഞത്. അപ്പൊ ചേച്ചി നന്ദേട്ടനെ കണ്ടിട്ടേ വരുവുള്ളെന്നാ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞത്. ഒന്നുമല്ല, എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടേക്ക് മാധവനും വരികയാണ്. എന്താ എന്താ അവിടെ ഒരു ബഹളം? മാധവേട്ട, നന്ദനെ കാണുന്നില്ലെന്ന്. എന്ത്, നന്ദനെ കാണുന്നില്ലെന്നോ? അതെ, ഞാനിവള് സംസാരിക്കുന്നത് കേട്ടതാ. ഇവർ രണ്ടുപേരും നമ്മളിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ തപ്പ് തിപ്പൊക്കെ പറയുന്നത്. ഉറപ്പായിട്ടും എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെന്നേ, അമ്മ ഒന്ന് വിശ്വസിക്ക്. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ ശാരിക എന്നിങ്ങനെ മാധവൻ പറയുമ്പോ, അതെ, നന്ദേട്ടൻ മിസ്സിംഗ് ആണ്. രാവിലെ മുതൽ കാണുന്നില്ല. അവിടെ പോലീസും ബഹളമൊക്കെയാണ്. നന്ദേട്ടനെ അന്വേഷിക്കുന്നുണ്ട്. ഇത് കേട്ട് രാധികയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. ഈശ്വര, എന്തൊക്കെയാ കേൾക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, അതെ, നിങ്ങളൊന്ന് വിഷമിക്കാതെ ഇരിക്കെ. ചിലപ്പോൾ പോയ ആള് വൈകുന്നേരം ആകുമ്പോഴേക്കും വളരെ കൂളായിട്ട് തിരിച്ചു കയറി വരുമായിരിക്കും. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശാരിക പോകാൻ നിൽക്കുന്ന നേരം
മാധവന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് രാധികയാണെങ്കിൽ എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നു. എന്ത് വന്നാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ ആ പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ചെയ്യാനാണ് അമ്മ നോക്കേണ്ടത്. നീ എന്റെ മോളെ വിളിച്ചതാ, ദേവികയെ വിളിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് രാധികയാണെങ്കിൽ ഫോൺ തട്ടിപ്പറിക്കുമ്പോൾ, അമ്മേ ചേച്ചി ഇപ്പൊ വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ പോലീസും ബഹളമൊക്കെയാണ്. ചേച്ചി അതിനിടയിലാണ്. മാധവരും പറയുന്നുണ്ട്, അതെ ഷാരിമോള് പറഞ്ഞത് ശരിയാ, ദേവിമോൾ ഇങ്ങോട്ട് വരട്ടെ എന്ന്. എന്തായാലും ഷാരിക ഫോൺ ഇങ്ങ് തന്നേന്ന് പറഞ്ഞുകൊണ്ട് അതും വാങ്ങിക്കൊണ്ട് അവരെയും സമാധാനപ്പെടുത്തി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ രാധികയും മാധവനും ആകെ തകർന്നു പോവുകയാണ്. കാരണം ദേവികയുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച്. പിന്നീട് CP ആണെങ്കിൽ അരുന്ധതിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അരുന്ധതി എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം CP പറയുന്നുണ്ട്, മേഡം ഒരു കരാറുണ്ടല്ലോ നമ്മൾ 2 കൊല്ലം മുന്നേ അമേരിക്കയിലേക്ക് കൊടുത്തത്. അവരിപ്പോ ഇമെയിൽ വഴി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ സിസ്റ്റത്തിൽ അത് കാണുന്നില്ല, പഴയ ആ ഒരു കരാറ്. അതുകൊണ്ട് മേഡത്തിന്റെ സിസ്റ്റത്തിൽ ഉണ്ടാകുമോ, ഒന്ന് തപ്പിയെടുക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ CP എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് 2 വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ലേ, അതുകൊണ്ട് തപ്പിപ്പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. എന്തായാലും എന്റെ ഫയലിൽ ഇല്ലാതിരിക്കില്ല എന്നിങ്ങനെ അരുന്ധതി പറയുന്നു. എങ്കിലേ CP ബോറടിക്കണ്ട, ഇവിടെങ്ങാനും ഇരുന്നോ എന്ന് പറയുമ്പോൾ ഋഷിമോൻ അകത്തുണ്ടല്ലോ, ഞാൻ ഋഷിയെ കണ്ട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് CP ആണെങ്കിൽ തന്ത്രപൂർവ്വം ഋഷിയെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ ഋഷിമോനെ ഋഷിമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ അങ്കിളോ, അങ്കിൾ എത്തിയോ? അങ്കിളെ, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയല്ലേ നടന്നിരിക്കുന്നത്? അതേ മോനെ, ഡബിൾ ഓക്കെയാണ്. ഞാൻ വിട്ട ആളുകൾ തന്നെയാണ് നന്ദനെ, ഇസബെല്ല വിട്ട ആളുകൾക്ക് മുന്നേ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നെന്ന് പറയുമ്പോൾ, അത് കേട്ടാൽ മതി അങ്കിളെ, അത് മാത്രം കേട്ടാൽ മതി എന്നിങ്ങനെ CP യോട് ഋഷി പറയുകയാണ്. മോനെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് മോനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. മോൻ ഒരു കാരണവശാലും പിടിക്കപ്പെടരുത്. പിന്നെ ഇനി വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അങ്കിളെ എനിക്ക് അങ്കിൾ ഒരു ഉപകാരം കൂടി ചെയ്യണം. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ നന്ദനെ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ, അയ്യോ മോനെ, അതൊന്നും സാധിക്കില്ല. ഇപ്പോൾ തൽക്കാലം അവൻ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് കൊണ്ടുവരിക അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും CP എന്ന് വിളിച്ചുകൊണ്ട് അരുന്ധതി അങ്ങോട്ട് വരുന്നു. എനിക്ക് മനസ്സിലായി CPയുടെ കളത്തരം. എന്നെ കുറച്ചു നേരം അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇവിടെ വന്ന് CP ഇവനോടൊപ്പം ചതികൾ പ്ലാൻ ചെയ്യുകയായിരുന്നു അല്ലേ? എനിക്ക് അപ്പൊ തന്നെ സംശയം തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മ വെറുതെ CP അങ്കിളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. കുറ്റപ്പെടുത്താതെ പിന്നെ നീയും ഇയാളും ചേർന്ന് എന്തൊക്കെയാ ചെയ്തു കൂട്ടിരിക്കുന്നത്? നന്ദൻ എവിടേക്കാ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്? ഇത് ഋഷി, തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വേണ്ട കേട്ടോ, ഇത് ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ കാര്യം നടന്നേ മതിയാകൂ. ചന്ദ്രോത്ത് വീട്ടുകാരെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. അതുകൊണ്ടേ ഞാനിത് ചെയ്തു. ഇനി വെറുതെ അമ്മയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, മേഡം ഇത് നമ്മുടെ ഋഷിമോന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ? നന്ദൻ അഥവാ പോലീസിൽ പിടികൊടുക്കുകയാണെങ്കിൽ ഋഷിമോന്റെ കാര്യത്തെക്കുറിച്ച് മേഡം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ പിന്നെ മേഡം ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. എന്നാലും ഇത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോയിട്ട് എത്ര കാലം രക്ഷപ്പെടാനാണ് CP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും അരുന്ധതി പോകുന്നു. മോനെ, ഇത് പാക പ്രശ്നമെന്ന് തോന്നുന്നത്. മേഡന്റെ ജോലി തെറിപ്പിക്കും. അങ്കിള് പേടിക്കാതിരിക്കെ. അങ്കിളിന് ഇതിൽ പൈസ ആവശ്യമുണ്ടോ? എനിക്കൊരു പൈസ ആവശ്യമില്ല. മോനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. എന്തായാലും മേഡത്തിനെ ഒന്ന് കൂളാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് CP ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഋഷിയാണെങ്കിൽ വിജയഭാവത്തിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനെ.